ഹൈ വിവിങ് ഫോർഗീവ്നെസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. മറ്റൊരാളോട് പുറത്തു കൊടുക്കുക, അത് അവർക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം ഇപ്പോൾ നിങ്ങളോട് ഒരാൾ ഒരു കുറ്റം ചെയ്തു, നിങ്ങളുടെ ഒരു ഫ്രണ്ടാണെന്ന് സപ്പോസ് വിചാരിക്കാം. അപ്പം നമുക്ക് എന്തായി, അവനോട് ദേഷ്യമായി, ശരിയല്ലേ? എന്നിട്ട് പിന്നെ ഇനി ഉള്ള സമയം മുതൽ നമ്മൾ അവനുമായിട്ട് യാതൊരു കോണ്ടാക്ട്സും ഇല്ല. അവനോടുള്ള ദേഷ്യം മനസ്സിൽ കൊണ്ടുവരിക, എന്നാലും അവൻ അങ്ങനെ ചെയ്തല്ലോ, എന്നാലും ഇവൻ ഇങ്ങനെ കാട്ടിയല്ലോ, ഞാൻ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചില്ലല്ലോ, എങ്ങനെ പറഞ്ഞ് അതിങ്ങനെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോഴുള്ള പ്രശ്നം, അവർ തോട്ട് വിൽ ബിക്കെയിം എ നെഗറ്റീവ് തിങ്സ്. നമ്മളത് മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ തന്നെ അത് തോന്നും, ഓ ഭയങ്കര ഒരു ഇറിറ്റേഷൻ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടുള്ള നഷ്ടമാകുക നിങ്ങൾക്കാണ്. അതേസമയം ആ കൂട്ടുകാരൻ എന്തെങ്കിലും ഉണ്ടോ, അയാളത് ചെയ്തു, അയാൾ പോയി, ക്ലാസ്, ഹി ഈസ് ലീവിങ് ഹിസ് പ്രസൻറ്റ്. നമുക്കാണ് പ്രശ്നം. സോ നിങ്ങൾ അവന് വേണ്ടി പുറത്തു കൊടുക്കണ്ട, അവൻ ചെയ്ത തെറ്റാണ്, ഓക്കെ. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഫോർഗീവ്നെസ് ടു യു. നിനക്ക് വേണ്ടി നീ അത് പുറത്തു കൊടുക്കുക, ക്ഷമിച്ചു കൊടുക്കുക, ലീവ് ഇറ്റ്, വിട്ടുകളയടോ. പിന്നെ അവനെ പറ്റി ചിന്തിക്കുകയോ അവനുമായിട്ട് യാതൊരു ഡീലിങ്സോ വേണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷെ അത് ഉള്ളിലിട്ട് നടക്കുന്നതിൻ്റെ പ്രശ്നം നമ്മുടെ പ്രസന്റ് മൊമെന്റിനെയും അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് ജീവിതത്തിൽ എന്തെന്നെ സംഭവിച്ചാലും നമ്മളോട് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഫോർഗീവ്, പുറത്തു കൊടുക്കുക, കഴിഞ്ഞത് കഴിഞ്ഞു, കലാസ്. നമുക്ക് അതിൽ എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാതെ അത് ഉള്ളിൽ കൊണ്ട് നടന്ന് അവനോട് ദേഷ്യം വർദ്ധിപ്പിച്ച് വെക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് തിങ്സ് വിൽ ബി മോർ. സോ നമ്മുടെ പോസിറ്റീവ് എല്ലാം ഇല്ലാതായി മാറും. സോ ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് ജീവിതത്തിലെ സക്സസ്ഫുള്ളിൻ്റെ വഴികളിലേക്കുള്ളൊരു മാർഗമാണ്. സോ ഈ സീരീസ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടിന്യൂ ആയി എൻ്റെ ജേണിയിൽ പങ്കെടുക്കുക. We will reach our goal in a destination. So enjoy the life. Happy mindset. Take care. Bye.